ഓടിക്കുവാനുള്ള ബൈക്ക് റെൻ്റ് എടുക്കാൻ വേണ്ടി പോയിരിക്കുമ്പോൾ അതിൻ്റെ ഓഡോമീറ്ററിൽ 78,000 കിലോമീറ്റർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ഞെട്ടില്ലേ? ആ ഞെട്ടലിൽ നിന്നാണ് ഞാൻ ഡൊമിനാർ എന്ന വണ്ടിയെപ്പറ്റി നല്ലവണ്ണം മനസ്സിലാക്കുന്നത്. ഡൊമിനാറിനെ പറ്റി പറയുമ്പോൾ ഉപയോഗിക്കാവുന്ന വളരെ നല്ലൊരു ഇംഗ്ലീഷ് വാചകമാണ് അണ്ടർ റേറ്റ്. അതായത് മലയാളത്തിൽ പറയുമ്പോൾ വില കുറച്ച് കാണുക. ഈ വണ്ടി ഞാൻ റെൻറ്റിനെടുത്തത് കൊച്ചിയിലുള്ള റോയൽ ബ്രദേഴ്സിൽ നിന്നാണ്. ഒരു ദിവസത്തേക്കാണെങ്കിലും പുള്ളിക്കാരന് പേരിട്ടു ഹൾക്ക്. ഏകദേശം 200 കിലോമീറ്റർ യാത്ര ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് ആണ് അടുത്തത്. ഈ വണ്ടിയുടെ വെയിറ്റ് നമ്മൾ വണ്ടിയിൽ കയറിയിരിക്കുന്നത് വരെ തോന്നിയുള്ളൂ. ഒരു തവണ വണ്ടി ഓടിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ സ്റ്റേബിളായൊരു വണ്ടിയാണ്, വെയിറ്റ് ഒട്ടും തോന്നാറില്ല. രണ്ടാമത് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഈ വണ്ടിയുടെ പവർ ഡെലിവറി. ആക്സിലേറ്റർ കൊടുക്കുന്നതനുസരിച്ച് വണ്ടിയുടെ റെസ്പോൺസ് വളരെ ലീനിയർ ആയിരുന്നു. വണ്ടിയുടെ ബ്രേക്കിങ്ങും വളരെ നല്ല രീതിയിലായിരുന്നു. എപ്പോൾ ഓവർടേക്ക് ചെയ്യുമ്പോഴാണെങ്കിലും നിർത്താനാണെങ്കിലും ബ്രേക്ക് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് വണ്ടി റെസ്പോൺസ് തരുന്നുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം ഈ വണ്ടിയുടെ റൈഡിങ് പോസ്ചറാണ്. കുറേ നേരം ഓടിച്ചതിന് ശേഷം ഒട്ടും ഫാറ്റിഗ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഡൊമിനാറിൻ്റെ ടോപ്പ് സ്പീഡ് പറയുന്നത് ഏകദേശം 150 കിലോമീറ്റർ ആണ്. എന്നാലും കേരളത്തിലെ റൂട്ടിൽ അത്രയും സ്പീഡിൽ ഓടിക്കാൻ നമുക്ക് എന്തായാലും പറ്റില്ല. പക്ഷേ 70 തൊട്ട് ഒരു 80 കിലോമീറ്റർ സ്പീഡ് വരെ നല്ലവണ്ണം ഈ വണ്ടി എനിക്ക് ക്രൂസ് ചെയ്ത് ഓടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇത്രയും പറഞ്ഞു പോകുമ്പോൾ കുറച്ച് കുറവ് കൂടി നമ്മൾ പറയേണ്ടതല്ലേ. വണ്ടിക്ക് നല്ല വൈബ്രേഷൻ ഉണ്ട്. ആക്സിലറേറ്ററിലും ഫുട് പെഡൽസിലൊക്കെ വൈബ്രേഷൻ നമുക്ക് നല്ലോണം ഫീൽ ചെയ്യാം. എൻജിൻ്റെ ചൂട് വളരെയധികം കാലിലോട്ട് അടിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ചിട്ട് ഫാൻ ഓൺ ആവുന്ന പോലെ സൗണ്ടൊക്കെ കേട്ടെങ്കിലും ചൂട് നല്ലോണം ഫീൽ ചെയ്യാം. പിലിയൻ്റെ റൈഡ് ഒട്ടും കംഫർട്ടബിൾ അല്ല. എന്തായാലും ഒരു ബാക്ക് റെസ്റ്റ് വേണം. ഡൊമിനാറിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് തന്നെ ഒരു ടൂറിംഗ് ബൈക്കായിട്ടാണ്. അപ്പോൾ 13 ലിറ്റർ ടാങ്ക് ഈ വണ്ടിക്ക് ഡെഫിനറ്റ് ആയിട്ട് പോരാ, കാരണം മൈലേജ് അത്രയും നമുക്ക് കിട്ടുന്നില്ല. സോ ഒരു 15 തൊട്ട് ഒരു 18 ലിറ്റർ വരെയുള്ള പെട്രോൾ ടാങ്ക് എന്തായാലും വേണം. ഹിമാലയൻ പോലെ ഓഫ് റോഡിങ് കേപ്പബിലിറ്റി ഉള്ള ഒരു വണ്ടിയായിട്ട് ഡൊമിനാർ തോന്നുന്നില്ല. ഇപ്പോൾ 2023 ഡൊമിനാർ 400 എന്ന് പറയുന്നത് ഫുള്ളി കിറ്റഡ് ആണ്. ഇത്രയധികം ആക്സറീസ് ഉള്ള വേറൊരു വണ്ടി, ഒരു വാല്യൂ ഫോർ മണി ആയിട്ടുള്ള വണ്ടി ഉണ്ടോ എന്ന് അറിയില്ല. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി. കണ്ടന്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.